morning. Good morning. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Good morning, ma'am. Prayer ചൊല്ലട്ടെ മിസ്സേ. എല്ലാവരും കേട്ടോ. ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞു. Morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. പ്രേയർ ആരാണ് പാടുന്നത്? അഖില അജയ് ഘോഷ്. ഞാനാ മിസ്സേ. ഇങ്ങുമിങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ ഇന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരിയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമാക്കിയിടും ശക്തിയും നീയല്ലോ. കൃഷ്ണനിൽ കണ്ട ഭക്തവാത്സല്യവും ബുദ്ധദേവന്റെ കാരുണ്യശീലവും ക്രിസ്തുവിൻ ത്യാഗബുദ്ധിയും സ്നേഹവും ബാപ്പുജി തന്നഹിംസയും നീയല്ലോ. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ വിളങ്ങിയിടണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ മനസ്സിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. അഖില എന്തോ? അഖിലല്ലേ? അതെ അതെ മിസ്സേ. ആന്റി നൈനിൽ കയറിയോ? കേറി മിസ്സേ. എനിക്കാണെങ്കിൽ ഞങ്ങൾക്ക് 2 മരണം ഉണ്ടായിരുന്നേ കുടുംബത്തിലെ. അപ്പൊ എനിക്ക് ആ ബാച്ചില് എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല മേഡം. 1-2 മാസത്തോളം എനിക്ക് ക്ലാസ് കിട്ടിയില്ല. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ ക്ലാസ്സിൽ കയറുമ്പോ, കാരണം പ്രയർ ചൊല്ലുമ്പോൾ അഖിലിനെ വിളിക്കാറുണ്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. അപ്പൊ എല്ലാരും പറഞ്ഞു ആദ്യമൊക്കെ ക്ലാസ്സിൽ കയറാനുള്ള, പിന്നീട് പറഞ്ഞു ബാച്ച് മാറി പറഞ്ഞു.
ഞാനപ്പോ ഗ്രൂപ്പിൽ അയച്ചായിരുന്നു മെസ്സേജേ. ആ. അങ്ങനെ ഇങ്ങോട്ട് മാറിയതാ മിസ്സേ. ആരാ മരിച്ചത്? ഞങ്ങളുടെ ഒരു കൊച്ചച്ഛൻ മരിച്ചു, ഒന്ന് ഞങ്ങളുടെ അച്ഛന്റെ ആണ് വകയിൽ ഒരു വല്യച്ഛൻ. ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ താമസമാണ് രണ്ടുപേരും. അപ്പൊ ഞങ്ങൾക്ക് അടുത്തടുത്തായിരുന്നു മിസ്സേ. ഒരു മാസത്തിനകത്ത് തന്നെ 2 മരണം അടുപ്പിച്ചായിരുന്നു. ഞങ്ങൾക്ക് അപ്പൊ ക്ലാസ്സിനൊന്നും, ഞങ്ങളുടെ ബന്ധുക്കളും എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ടേ ക്ലാസ്സിനൊന്നും കയറാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ 2 പേര്, ഒരു വീട്ടിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും മാറി. ശ്രീലക്ഷ്മി എം എന്ന് പറഞ്ഞ ഒരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. എന്റെ ചേട്ടന്റെ വൈഫാ അത്. അപ്പൊ ഞങ്ങൾ 2 പേരും മാറി. ഞങ്ങൾക്ക് 2 പേർക്കും ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഈ ബാച്ചിലോട്ട് മാറിയതാ മിസ്സേ. ശരി മിസ്. തോട്ട് ഓഫ് ദി ഡേ ആരാണ്? തോട്ട് പറയുന്നത് ആരാ? മാം സൈൻ ഇൻ ഓക്കെ ആണോ? ആ. Okay. Good morning to all. How is your morning? How are you all? There is no answer. How are you all? Fine. Okay. Already had breakfast? Yes. Okay. Let's start. Are you ready for the class? Yes. Okay. Let's start the class with the small rhymes. Okay? Okay. La la la. I'm so happy. Oh, so happy. Sing with me. La la la. I'm so happy. Oh, so happy. Sing with me. Clap, clap, clap. Clap your hands. Clap, clap, clap. Clap your hands. Stamp, stamp, stamp. Stamp your feet. Swing, swing, swing. Swing your arms. Swing, swing, swing. Swing your hands. Dance, dance, everybody, and sing with me. La, la, la. I'm so happy. Oh, so happy. Sing with me. Jump, jump, jump. Jump around. Touch, touch, touch the sky and touch the ground. Shake, shake, shake. Shake your hips. I know song and goes like this. La, la, la. I'm so happy. Oh, so happy. Sing with me. Okay, thank you. Everyone enjoy this rhymes? Yes. Okay, I'm Meghna from Wayanad signing into Adira ma'am class. Very good, Meghna. Thank you, ma'am. സൈൻ ഇൻ പറഞ്ഞായിരുന്നോ ആരെങ്കിലും? തോട്ട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? My name is Archana. I am saying the thought of APJ Abdul Kalam. Life is a book. Every day a new page. Every month is a new chapter. And every year is a new series. Thank you. Okay. Very good morning to all. Good morning, Miss. Good morning. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Good morning, ma'am. Morning. നമ്മളെ പ്രിൻസിപ്പിൾസ് അല്ലേ എടുത്തോണ്ടിരുന്നത്? ഡെവലപ്മെന്റൽ പ്രിൻസിപ്പിൾസ്. Yes, ma'am. ഓക്കെ, നിങ്ങളോടൊന്ന് നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ബാക്കി പോയിന്റ്സുകള്? പറഞ്ഞില്ലേ? യെസ് മാം, വായിച്ചു തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
വായിച്ചവരൊന്ന് തേർഡ് പോയിന്റോടി ഒന്ന് പറയാമോ? Okay, ma'am. Development helps us to make children ready for the changes. കുറച്ചുകൂടി ശബ്ദത്തിൽ പറയാമോ? Development helps to make children ready for the changes that occur in place of their body, interest. Help to make എന്ന് പറഞ്ഞു. Helps to make children. അങ്ങനെ വായിച്ചത്. Development help us വേണ്ട. Children ready. Development helps make children ready for the changes that occur in the place of their body, interest, behavior and their environment. അതിന്റെ മീനിങ് സംഭവിക്കുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായി കുട്ടികളെ തയ്യാറാക്കാൻ വികസനം നമ്മെ സഹായിക്കുന്നു. അവരുടെ ശരീര താല്പര്യത്തിനും സ്വഭാവത്തിനും പരിസ്ഥിതിക്കും പകരായി. ഓക്കെ, ആ പോയിന്റ് എന്താണ് റീജക്ക് മനസ്സിലായത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അവരുടെ വളർച്ചയുടെ ഓരോരോ ഘട്ടത്തിനും പറഞ്ഞാൽ മതിയോ? പറഞ്ഞോ, എങ്ങനെ മാം? പറഞ്ഞോളൂ. അവരുടെ സ്വഭാവത്തിനും അതായത് ശരീരത്തിന്റെ ഓരോരോ ഏജിന്റെ ഡിഫറൻസിനും അനുസരിച്ച് അവരെ മാറ്റങ്ങൾക്ക് അനുസൃതമാക്കി സെറ്റ് ആക്കാൻ, അതായത് ഏത് അവസ്ഥയിലും അവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ വികസനം സഹായിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ മാം. അടുത്ത പോയിന്റ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? Development helps in early identification of any retarded development. റീച്ച നോക്കിയിട്ടുണ്ടായിരുന്നോ പോയിന്റ്? നോക്കിയിട്ടുണ്ട് മാം. പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോളൂ. Development helps in early identification of any retarded development. ഏത് മന്ദഗതിയിലുള്ള വികസനവും നേരത്തെ തിരിച്ചറിയാൻ വികസനം സഹായിക്കുന്നു. അതായത് സ്ലോയിൽ വരുന്ന വികസനങ്ങളെല്ലാം കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ഈ പ്രോപ്പർ വികസനം സഹായിക്കുന്നു. റിട്ടാർഡഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിട്ടാർഡഡ് ഡെവലപ്മെന്റ് അത് മന്ദഗതിയിലുള്ള വികസനം എന്നാണ് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ കണ്ടത്. അതായത് ഏർലി സ്റ്റേജസിൽ എന്തെങ്കിലും കുട്ടികളില് മെന്റലി പ്രോബ്ലംസോ ഡിസബിലിറ്റീസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു ചെറുപ്പത്തിൽ തന്നെ എന്താണ് ആ ഒരു സമയത്ത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ആ വികസന സമയത്ത് തന്നെ അല്ലെ. കുട്ടികളിപ്പോ ഓട്ടിസം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ അതിന്റെ സിംറ്റംസിലൂടെ ആ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലെ. അവരുടെ ബോഡി ലാംഗ്വേജ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറിൽ കൂടിയൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും. കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് ആ ഒരു വികസന ഘട്ടത്തിലാണ് അല്ലെ, നമ്മൾ ആ ഏർലി സ്റ്റേജിലല്ലേ ശരിക്കും കുട്ടികളിൽ അത്തരത്തിലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് അറിയുന്നത് അല്ലെ. ഓക്കെ മാം, അത് തന്നെയാണ്. യെസ്, ഓക്കെ. അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ചൈൽഡ് വെൽഫെയർ അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ, അങ്ങനെ സൊസൈറ്റികളാണോ മാം ഉദ്ദേശിക്കുന്നത്? അല്ല, സൊസൈറ്റിന്നല്ല, ഒരു കുട്ടിയിൽ ഉണ്ടാകുന്ന വികസനത്തിന് കേട്ടോ. അതായത് റിട്ടാർഡ് എന്ന് വെച്ചാൽ വളർച്ചാ മുരടിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും തരത്തിൽ കുട്ടിയില് വൈകല്യങ്ങൾ, വളർച്ചാ മുരടിപ്പ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡിസബിലിറ്റീസോ മെന്റലിയോ ഫിസിക്കലിയോ ഉണ്ടെങ്കിൽ നമുക്ക് അത് ആ ഡെവലപ്മെന്റൽ സ്റ്റേജിൽ തന്നെ ആദ്യം തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. കുട്ടി വളർന്നു വരുന്ന സമയത്തായിട്ട് ഇപ്പോ ഓട്ടിസം ഒക്കെ ആണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ നമ്മള് പിന്നിൽ നിന്ന് വിളിക്കുന്ന സമയത്ത് കുട്ടികൾ കേൾക്കുന്നുണ്ടാവില്ല. ചെറിയൊരു എക്സാമ്പിൾ ആണ് അല്ലെ. വിളിക്കുമ്പോ അവർ കേൾക്കുന്നില്ല, അവർക്ക് ചെവിക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ ചില ഓട്ടിസം കുട്ടികളിൽ അവര് നമ്മൾ വിളിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ല. കേൾക്കുന്നുണ്ടാവായിരിക്കും പക്ഷെ അവർക്കറിയില്ല അവരെയാണ് വിളിക്കുന്നത്. ദെൻ അതേപോലെ അവരുടെ വിഷൻ കറക്റ്റ് ആയിരിക്കില്ല അല്ലെ. കുട്ടി വേറൊരു സ്ഥലത്ത് മാത്രമായിരിക്കും ചിലപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെറിയ ചെറിയ സിംറ്റംസ് നമുക്ക് ഏർലി സ്റ്റേജസിൽ അറിയാൻ പറ്റും. അങ്ങനെയാണ് കുട്ടികൾ. അത് തന്നെ ചിലപ്പോൾ ചില കുട്ടികളിൽ ഫിസിക്കലി ഒന്നും തോന്നിയിരിക്കില്ല, പക്ഷെ അവരുടെ ആക്ടിവിറ്റീസിൽ എന്തെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് എന്തായിരിക്കും
ചിലപ്പോ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ചില കുട്ടികളുടെ ഫേസ് ചെറുതായിരിക്കും, ചിലപ്പോ ബോഡി കുറച്ച് വലുത്. ഏതെങ്കിലും ഒരു ഓർഗൻസിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരിക്കും. മനസ്സിലായില്ല? അങ്ങനെയുള്ള കുട്ടികളാണ് കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത് ആ ഒരു ഏർലി സ്റ്റേജിൽ തന്നെ ഡെവലപ്മെന്റിന്റെ ആ ഒരു സ്റ്റേജിൽ തന്നെ എന്താണ് അത്തരത്തിൽ എന്തെങ്കിലും വളർച്ചാ പ്രകടിപ്പുകൾ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഈ വികസനം മൂലമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാണ് പറയുന്നത്. അടുത്ത പോയിന്റ് എന്താണ്? ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. Continuous and it involves changes. നിങ്ങൾക്ക് പറയാൻ പറ്റുന്നവരാണെങ്കിൽ പോയിന്റ്സ് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയാം മാം. ഞാൻ പറയാം. ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ്. വികസനം തീർച്ചയായിട്ടുള്ള ഒരു മാറ്റം ഉളവാക്കുന്നതാണ്. യെസ്, വെരി ഗുഡ് അല്ലെ. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ് നമ്മൾ ആദ്യമേ പഠിച്ചത് അല്ലെ. അവിടെ എന്തൊക്കെ ഉണ്ടായിരിക്കും? മാറ്റങ്ങള് ഇൻവോൾവ്ഡ് ആയിരിക്കുള്ളൂ. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ചെറിയ പോയിന്റ് അല്ലേ? ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സക്സസീവ് ആണ്. വികസനം എന്നത് വിജയകരമാണ്. സക്സസ്. വിജയകരമാണ്. അവിടെ വേറെ എന്താണ്? സക്സസീവ് അല്ലാത്തൊരു പ്രോസസ് അവിടെ നടക്കുന്നില്ല. കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ ദിനപ്രതി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ ഒരു ഫെയിലിയർ സംഭവിക്കുന്നില്ല. സക്സസീവ് ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നത്തോടു കൂടി ഡെവലപ്മെന്റ് അവസാനിച്ചു നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മളുടെ ഓരോ മൂമെന്റ്സിലും ഓരോ മിനിറ്റ്സിലും ഓരോ സെക്കൻഡ്സിലും എന്താണ് നമ്മളിൽ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഡെവലപ്മെന്റ് ഈസ് സക്സസീവ് എന്ന് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം സക്സസീവ് ആണ്, വിജയകരമാണ്. ഓക്കെ, അടുത്ത പോയിന്റ് ആരാണ് പറയുന്നത്? Early development is more vital than later development. എന്ന് വെച്ചാൽ നമ്മുടെ 80% ഡെവലപ്മെന്റിൽ കൂടുതൽ നമ്മൾ ആ ചെറിയ കാലഘട്ടത്തിൽ ചെറുപ്പത്തിലാണ് നടക്കുന്നതെന്നല്ലേ പറയുന്നത്. ആ ഒരു ചെറിയ പെർസെന്റേജ് മാത്രമേ വലുതാവും. ഏർലി ഡെവലപ്മെന്റ് സ്റ്റേജിലാണ് കൂടുതലായിട്ടും ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത്. യെസ്, അതായത് ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനമാണെന്ന് പറയാൻ കാരണം എന്താണ്? ആദ്യം ഒരിക്കലും നമ്മളുടെ എന്തൊക്കെ വികസിക്കുന്നത്? എല്ലാ ഓർഗൻസും ഒക്കെ ആദ്യം ഒരിക്കലും സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ ഡെവലപ്മെന്റ് സ്റ്റേജിൽ നടക്കുകയാണെങ്കിൽ പിന്നീട് അങ്ങോട്ടുള്ള കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിട്രാർഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞില്ലേ, അത് ഫസ്റ്റ് സ്റ്റേജിൽ നടക്കുന്ന കാര്യമാണ് അല്ലെ. വളർച്ചാ മുരടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കുന്ന കാര്യമല്ല. അപ്പൊ ആദ്യകാല ഡെവലപ്മെന്റ്സിൽ ആദ്യകാല വികസനം എന്താണ്? അതിലെല്ലാ കാര്യങ്ങളും ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഓർഗൻസ്, ഫിസിക്കൽ കണ്ടീഷൻ, മെന്റൽ കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ എന്താണ്? വലിയ പ്രശ്നമില്ലാതെ ആ സ്റ്റേജസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ആദ്യകാല വികസനം പിന്നീടുള്ള അതിനുശേഷമുള്ള വികസനത്തിനേക്കാൾ പ്രധാനമാണെന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഏർലി ഡെവലപ്മെന്റ് ഈസ് മോർ വൈറ്റൽ ദാൻ ലേറ്റർ ഡെവലപ്മെന്റ്. ആദ്യ സമയഘട്ടങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിലായിരിക്കണം നമുക്ക് എന്ത് നടക്കേണ്ടത്? നമുക്ക് പ്രോപ്പർ ആയിട്ട് എന്തൊക്കെയാണ് ഒരു ഫിസിക്കലി ആയിട്ടോ ഒരു മെന്റലി ആയിട്ടോ ഒരു മനുഷ്യരിൽ നടക്കേണ്ടത്, ഒരു കുട്ടിയിൽ നടക്കേണ്ടത്, അത് ആദ്യത്തെ സ്റ്റേജിൽ അത് കംപ്ലീറ്റഡ് ആയിരിക്കണം അല്ലെ. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രശ്നമില്ലാതെ അത് മുന്നോട്ട് പിന്നീടുള്ള വികസനത്തിന് അത് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആദ്യം വളർച്ചയില്ല, പിന്നീട് അങ്ങോട്ട് എന്താണ്? പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനമാണെന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്. ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. വികസനം എന്ന് പറയുന്നത് പക്വതയുടെയും പഠനത്തിന്റെയും ഉത്പന്നമാണ്. അതിൽ മെച്ചുറേഷൻ പറയുന്നത് നാച്ചുറൽ ഗ്രോത്തും ഡെവലപ്മെന്റും വരും. ലേണിംഗ് എന്ന് പറയുന്നത് നോളജ് അല്ലെങ്കിൽ സ്കിൽസ്. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. പക്വതയുടെയും പഠനത്തിന്റെയും ഒരു റിസൾട്ട് ആണ് അല്ലെങ്കിൽ ഫലമാണ് എന്തെന്ന് പറയുന്നത്? വികസനം എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? ഒരു പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്താ? ഡെവലപ്മെന്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. ഗ്രോത്ത് എവിടെയാണ് സ്റ്റോപ്പ് ആവുന്നത്? മെച്യൂരിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ പോയിന്റ് എപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന സമയത്ത്, പക്വത ആർജിക്കുന്ന സമയത്ത് എന്താണ്? ഗ്രോത്ത് അവിടെ നിൽക്കുന്നു. പക്ഷെ ഡെവലപ്മെന്റ് എന്തായിരിക്കും? കണ്ടിന്യൂസ് പ്രോസസ്. അടുത്ത പോയിന്റ് ആരാണ് പറയുന്നത്?
there are individual differences in development. ഇൻഡിവിജ്വൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ ഡെവലപ്മെന്റ് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ഒന്ന് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വികസനത്തെ പൂർണ്ണതയോടെയും പക്വതയോടെയും പിന്നെ വികസനത്തെ ഓരോ കാര്യങ്ങൾ വികസനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണോ? ഓരോ മനുഷ്യനിലുള്ള ഡെവലപ്മെന്റ് മനുഷ്യന്റെ മുന്നോട്ടുള്ള ജീവിതശൈലി മാറിക്കൊണ്ടിരിക്കും, വികസനം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ മിസ്? ഓക്കെ, അങ്ങനെയാണോ? ഓക്കെ, ആര്യ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അല്ലെ? ഞാനൊന്നും പറയാം. there are individual differences in development. individual differences എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? ഓരോരുത്തരും ഇപ്പൊ ഞാൻ ഡെവലപ്പ് ആവുന്നത് എന്റേതായ രീതിയിലായിരിക്കും, ആര്യ ഡെവലപ്പ് ആവുന്നത് ആര്യതായ രീതിയിലായിരിക്കും, ദീപ്തി അങ്ങനെ നമ്മളെല്ലാവരും അല്ലെ? എല്ലാവരിലും എന്തുണ്ട്? വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. എല്ലാവരിലും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. എല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ഓക്കെ, അപ്പൊ വികസനത്തിന്റെ കാര്യത്തിൽ എന്താണ്? ഓരോരുത്തരിലും എന്ത് സംഭവിക്കുന്നുണ്ട്? വികസനം ഓരോരുത്തരിലും പല രീതിയിലാണ്. ഓരോ വ്യക്തിയും എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തി എന്താണ്? ഒരൊറ്റ വ്യക്തിയാണ്. അവന്റേതായ സ്വഭാവ സവിശേഷതകളും അവന്റേതായിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്? ഇപ്പൊ ഞാൻ പറയട്ടെ, എന്നിൽ നടക്കുന്ന ഡെവലപ്മെന്റ് ആയിരിക്കില്ല നിങ്ങളിൽ നടക്കുന്നത്. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഞാനൊരു ഇൻഡിവിജ്വൽ ആണ്, നിങ്ങളൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ? നമ്മളുടെയൊക്കെ സ്വഭാവങ്ങൾ വ്യത്യാസമാണ്, നമ്മുടെ ശാരീരിക ഘടന വ്യത്യാസമാണ് അല്ലെ? നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ തിങ്കിങ് എബിലിറ്റി, വീക്ഷണം, നമ്മള് ഒരു എന്താ പറയാ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസുകള്, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകള് എല്ലാം എന്താണ്? എല്ലാത്തിലും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ദിനം പ്രതി ആ വ്യത്യാസം നമ്മളിൽ ഓരോരുത്തരിലും സംഭവിക്കുന്നുണ്ട് അല്ലെ? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്നത്തെ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കില്ല നാളെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടി ചിലപ്പോ എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ ഒന്ന് വീക്കായി പോകും. അപ്പൊ അവിടെ എന്താണ്? എനിക്ക് ഒരേപോലെ എന്റെ സ്വഭാവം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അവിടെ എന്താണ്? എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതെല്ലാവരിലും ഉണ്ടായിരിക്കും. അപ്പൊ അത്ര നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? there are individual differences in development. വികസനത്തില് എന്തുണ്ടായിരിക്കും? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. എല്ലാവരിലും വികസന ഘട്ടത്തില് എല്ലാവരിലും എന്താണ്? വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ ഇനി ക്ലിയർ ആണോ? യെസ് മാം. ചൈൽഡ് ഡെവലപ്പ് അടുത്ത ലാസ്റ്റ് ഇപ്പൊ ആരെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോളൂ. child develops as a unified whole. ഇത് കുട്ടികൾക്ക് ഒരു ഏകീകൃത സ്വഭാവം, അതായത് ഏകീകൃതമായ സ്വഭാവത്തിലെ വികസനം ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതായത് ഇവിടെ പറയുന്നത് വെച്ചാൽ ചൈൽഡ് ഡെവലപ്പ് ആസ് എ യൂണിഫൈഡ് ഹോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി എന്താണ്? എല്ലാ അർത്ഥത്തിലും പൂർണ്ണ വികസനം കൈവരിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇത്രയും പോയിന്റ്സുകൾ, ഈ പോയിന്റ്സിലൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ ഇതെല്ലാം ഓരോ വ്യക്തിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അല്ലെ? ആ ഒരു കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ഡെവലപ്മെന്റിന്റെ അവസാന തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കുട്ടിയിൽ എല്ലാത്തരം എന്ത് സംഭവിക്കുന്നുണ്ട്? ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും എന്താണ്? പൂർണ്ണ വികസനം കൈവരിക്കുന്നു എന്നാണ് ഡെവലപ്മെന്റിന്റെ ആ ഒരു തത്വത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, the child develops as a unified whole. നോട്ട് ചെയ്തോളാം. എന്താ നോട്ട് ചെയ്യുന്നത്? ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായിട്ടുള്ള വികസനം കൈവരിക്കുന്നു. ഓക്കെ, നമ്മളെല്ലാവർക്കും എന്ത് സംഭവിക്കുന്നുണ്ട്? പൂർണ്ണമായ വികസനം സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ജനനം മുതൽ മരണം വരെയുള്ള ഒരു പ്രോസസ്സാണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ? ജനനം മുതൽ മരണം വരെയുള്ള ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അപ്പൊ നമ്മളിൽ എന്താണ്? ആരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അതൊരു പൂർണ്ണമായ ഒരു പ്രക്രിയയാണ് എന്ത്? ഡെവലപ്മെന്റ് അഥവാ വികസനം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളെല്ലാവരും പൂർണ്ണത കൈവരിച്ചിട്ടാണ് എന്താ മരിക്കുന്നത്? ജനിച്ചു, നമ്മളുടേതായ കാര്യങ്ങളെല്ലാം സ്റ്റെപ്പ് ബൈ ആയിട്ട് നടന്നു, നമ്മളുടെ എല്ലാ പ്രോസസ്സും അതിൻ്റെതായ രീതി കഴിഞ്ഞു. ദെൻ ലാസ്റ്റ് എന്താണ്? നമ്മൾ മരിക്കുന്നു. അപ്പൊ എന്താണ്? ഡെവലപ്മെന്റ് ആണ് അവിടെ നടന്നത് അല്ലെ? അപ്പൊ ജനനം മുതൽ മരണം വരെ നമ്മളിൽ എന്ത് സംഭവിച്ചു? പൂർണ്ണമായ വികസനം സംഭവിച്ചിട്ടാണ് നമ്മൾ മരിക്കുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ?
Yes, ma'am. Yes, ma'am. ഇനി പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ഒന്നുകൂടി ഒന്ന് ആരെങ്കിലൊക്കെ പറയാമോ? കോൺഫിഡൻസ് ഉള്ളവർ ഓരോ പോയിന്റ് വെച്ചൊന്ന് പറയാമോ? ആദ്യത്തെ തുടങ്ങി. ഇംഗ്ലീഷ് പഠിക്കണമെന്നില്ല, അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ മതി. ആദ്യം ഒരു പ്രാവശ്യം വായിക്കുക, എന്നിട്ട് അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളുടേതായ മീനിങ് ഇപ്പൊ പറഞ്ഞില്ല, അത് ഓരോരുത്തർ പറഞ്ഞില്ല, അതേപോലെ ഒന്ന് പറഞ്ഞു നോക്കും. ഫസ്റ്റ് പോയിന്റ് ആരാണ്? മാം ഞാൻ പറയാം. First point, development helps us to provide age appropriate tasks to children. നമുക്ക് പ്രായത്തിന് അനുയോജ്യമായിട്ടുള്ള ടാസ്ക് വേണം. അത് അങ്ങനെയുള്ള ടാസ്ക് കൊടുത്താൽ മാത്രമേ കുട്ടികളിലെ ഡെവലപ്മെന്റ് ഉണ്ടാവുകയുള്ളൂ. വെരി ഗുഡ്. സെക്കൻഡ് പോയിന്റ് ഞാൻ പറയാം മേഘ. Developments help us to know what to expect of child and when to expect it. വികസനം സഹായിക്കുന്നു എപ്പോഴാണ് വേണ്ടത്, എപ്പോഴത്തേക്കാണ് ചെയ്യേണ്ടത്. അതായത് ഒരു കുട്ടിയിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്, എപ്പോൾ പ്രതീക്ഷിക്കണമെന്നും സഹായിക്കുന്നത് എന്താണ്? ഡെവലപ്മെന്റ് ആണ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഏജിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഓക്കെ. തേർഡ് പോയിന്റ്, development help us to make children ready for the changes that occur in place of their body, interest, behavior and their environment. കുട്ടികളുടെ അവരുടെ ഓരോ സ്റ്റേജിലുള്ള മാറ്റത്തെ കുറിച്ച് അവരെ നമുക്ക് ബോധവൽക്കരിക്കാൻ വേണ്ടി ഡെവലപ്മെന്റ് നമ്മളെ സഹായിക്കും. യെസ്. ഓക്കെ. എന്തിലൊക്കെയാണ് മാറ്റങ്ങൾ? പ്രത്യേകിച്ച് അവർക്ക് ബോഡി, ഇൻട്രസ്റ്റ്, ബിഹേവിയർ ആൻഡ് എൻവയോൺമെന്റ്. ഓക്കെ. ഫോർത്ത് പോയിന്റ്, Development helps in early identification of any retired development. ചെറിയ പ്രായത്തിലുള്ള ഡിസേബിലിറ്റീസ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്നു. ഓക്കെ. യെസ്. Development is a continuous and it involves changes. വികസനത്തില് പല കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചസ് നടക്കുന്നു. ഓക്കെ. ഡെവലപ്മെന്റ് ഈസ് സക്സസീവ്. ഡെവലപ്മെന്റ് എപ്പോഴും വിജയകരമായി തുടരുന്നുള്ള ഒന്നാണ്. യെസ്. അടുത്ത പോയിന്റ്, Early development is more vital than later development. നേരത്തെയുള്ള ആദ്യത്തെ വികസനം പ്രധാനമാണ്, പിന്നീടുള്ള വികസനത്തെക്കാട്ടും പ്രധാനമാണ് ആദ്യത്തെ വികസനം. ആദ്യകാല വികസനം പിന്നീടുള്ള വികസനത്തെക്കാൾ പ്രധാനമാണ്. ഓക്കെ. അടുത്ത പോയിന്റ്, ഡെവലപ്മെന്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മെച്ചുറേഷൻ ആൻഡ് ലേണിംഗ്. പക്വതയുടെയും പഠനത്തിന്റെയും റിസൾട്ട് ആണ് ഡെവലപ്മെന്റ്. ഓക്കെ. വെരി ഗുഡ്. There are individual difference in development. ഓരോ വ്യക്തികളിലും ഡിഫറെന്റ് ആയിട്ടായിരിക്കും ഡെവലപ്മെന്റ് രൂപം ഉണ്ടാവുന്നത്. യെസ്. വെരി ഗുഡ്. ഓക്കെ. അടുത്ത പോയിന്റ്, The child develops as a unified whole. ഒരു കുട്ടി എല്ലാ അർത്ഥത്തിലും പൂർണ്ണത കൈവരിക്കും. പൂർണ്ണമായ വികസനം കൈവരിക്കും. ഓക്കെ. അപ്പൊ നമ്മള് പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് ആണ് ഇപ്പൊ പഠിച്ചത്. അപ്പൊ ഇത് ബൈ ഹാർട്ട് ആക്കി ഒന്നും പഠിക്കണ്ട, നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ക്വസ്റ്റ്യൻസ് വരുവായില്ലേ ഇതിന്റെ ഓരോ പോയിന്റ് വെച്ചിട്ടാ? അത് പോയിന്റ്സ് എന്തായിരിക്കും? നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുമ്പോ പറഞ്ഞ മനസ്സിലാവും, കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. എളുപ്പമായിരിക്കും, പഠിക്കണ്ട. നമുക്ക് അടുത്ത ഭാഗം നോക്കാം. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. എന്തൊക്കെ ഘടകങ്ങളാണ് വളർച്ചയെയും വികസനത്തിനെയും അഫക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്നത്? ഓക്കെ. പ്രധാനമായും നമുക്ക് 2 ഘടകങ്ങളാണ്, 2 ഫാക്ടേഴ്സ് ആണ് ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നത്. ഒന്നാമത്തേത് എന്താണ്? ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടർ. ഒന്നാമത്തേത് ഹെറിഡിറ്ററി ഓർ ജനറ്റിക് ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നതാണ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം. ഹെറിഡിറ്ററി ആൻഡ് ജനറ്റിക് ഫാക്ടർ നോക്കാം. The main factors that affect
growth and developments are hereditary and environment. എന്താണ് ഹെറിഡിറ്ററി അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞത്? പാരമ്പര്യമായിട്ട് വരുന്ന ഡെവലപ്മെന്റ്. നമ്മൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന അല്ലെ? നമ്മുടെ ജനിതകമായിട്ടുള്ള കുറച്ച് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് നമ്മളെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹെറിഡിറ്ററിയില് അല്ലെങ്കിൽ ജനറ്റിക് ഫാക്ടറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം വരുന്നത്? ഞാൻ ഓരോന്ന് പറയാം. നിങ്ങൾക്കറിയാം, ഇതിൽ നോക്കാതെ നിങ്ങളൊന്ന് പറഞ്ഞു, ഇതിൽ നോക്കാതെ എന്ന് പറഞ്ഞ് നമ്മളുടെ പാരമ്പര്യത്തിനെ സഹായിക്കുന്ന, നമ്മുടെ ശാരീരിക ഘടനയെ സഹായിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പാരമ്പര്യമായി കിട്ടുന്നത്? ഫേസിൽ വരുന്ന ചേഞ്ചസ്, പരമ്പരാഗതമായിട്ട് ചെവി ഒരേപോലെ അങ്ങനെയൊക്കെ പറയും. അതേപോലെ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരും. പാരമ്പര്യമായിട്ട് മുടി കാണും. പിന്നെ ചിലരുടെ മൂക്കിന്റെ ഷേപ്പ് ഒരുപോലെ ആയിരിക്കും. സ്വഭാവം ഒരുപോലെ ഉണ്ടതുണ്ടാവും. കളറ് ചിലർക്ക് പാരമ്പര്യമായിട്ട് എന്താ അസുഖങ്ങള്, ചിലപ്പം ഷുഗർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൈമാറി വരില്ലേ? അപ്പൊ ഏകദേശം നിങ്ങൾക്ക് അറിയാം അല്ലെ? അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പൊ ABC എന്ന് പറഞ്ഞാണ് കൊടുത്തിട്ടുണ്ട് ഹെറിഡിറ്ററി ഫാക്ടേഴ്സില്. ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതായത് നമ്മളുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? അത് എന്റെ ഇതായിപ്പോയി, മിനിമൈസ് ആയിപ്പോയി. മീൻസ് ഒരു മിനിറ്റ്. ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദ സ്കിൻ അല്ലെ? ചിലവരുടെ കളറ് ഒരുപോലെ ആയിരിക്കും അല്ലെ? ഇപ്പൊ അച്ഛന്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ മുത്തശ്ശന്റെ ഒക്കെ എന്താണ് ആ സ്കിൻ, അതേ സ്കിൻ ടോൺ തന്നെ നമ്മൾക്ക് ചിലപ്പോൾ കിട്ടുന്നതായിരിക്കും. ദെൻ ഐസ് ആൻഡ് ഹെയർ, കണ്ണുകൾ, പലതരത്തിലുള്ള കണ്ണുകൾ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടാറുണ്ട് അല്ലെ? ഇപ്പൊ പൂച്ചക്കണ്ണുള്ള വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും അച്ഛന്റെ സിസ്റ്റേഴ്സിനോ ബ്രദേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് നമുക്ക് ചിലപ്പോ ആ കണ്ണ് കിട്ടും അല്ലെ? ഇപ്പൊ ബ്രൗണിഷ് ആയിട്ടുള്ള ഐസ് ഉണ്ടാവാം, ബ്ലൂ കളർ ഐസ് ഉണ്ടാവാം അല്ലെ? അങ്ങനെ പല ടൈപ്സ് കാണാറുണ്ട് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുന്നതാണ് നമുക്ക്? അതേപോലെ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഹെയറിന്റെ പ്രത്യേകത എന്താണ്? ഒന്നുമില്ല, കേളി ഹെയർ ആയിരിക്കും ചിലപ്പോ. ചിലപ്പോ നമുക്ക് അതേപോലെ തന്നെ കിട്ടും അല്ലെ? ബ്രൗണിഷ് കളറും ഉണ്ടാവും. ജനറ്റിക് ഫാക്ടറിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് ഫെസിലിറ്റീസ് വന്നിട്ടുണ്ട് അല്ലെ? സ്മൂത്തനിങ് ചെയ്യാ, സ്ട്രെയിറ്റനിങ് ചെയ്യാ, ഫാക്ടേഴ്സിനെയൊക്കെ നമുക്ക് തള്ളിക്കളയാവുന്ന കുറെ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അപ്പൊ അത് ഫാക്ടർ ആണ്, പക്ഷെ എന്താണ് ഇപ്പൊ നമുക്ക് അതൊക്കെ മറികടക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട് അല്ലെ? അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ എന്താണ് അതിനൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളായിരുന്നു. അതൊന്നും നമുക്ക് ആ ഒരു സമയത്തൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടാവുമായിരുന്നു ഒരുപാട് ലക്ഷറീസ് ആയിട്ടുള്ള എന്താണ് ലൈഫൊക്കെ ജീവിക്കുന്നവരാണ്, അതേപോലെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്താണ് കൊണ്ടുപോകും. പക്ഷെ ഇപ്പൊ എന്താണ് ഇതൊക്കെ നമുക്ക് ഭയങ്കര സുലഭമായിട്ട് അവൈലബിൾ ആണ് അല്ലെ? മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ പ്രൈസ് കൂടുതലാണെന്നുള്ളൂ, എങ്കിലും ചെയ്യുന്നവരുണ്ട്. എനിക്ക് പാരമ്പര്യമായിട്ട് ചുരുണ്ട മുടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഭയങ്കര മോശം, ചുരുണ്ട മുടി ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യുന്നു? പാർലറിൽ പോയി സ്മൂത്തൻ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരുപാട് ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ് അല്ലെ? അപ്പൊ ആ ജനറ്റിക് ഫാക്ടറിനെ അത് തള്ളിക്കളയാണ് അല്ലെ? അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അവരുടേതായ ലൈഫ് സ്റ്റൈൽ അത് കൊണ്ടുപോകും. ഓക്കെ, പിന്നെ ചിലവർക്ക് എന്താണ് നല്ല ലെങ്ത് ഉള്ളവരുണ്ടാവും. അത് അതേ പാരമ്പര്യം തന്നെ അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ എന്താണ് അതേ പാരമ്പര്യം തന്നെ കിട്ടും. പിന്നെ എന്താണ് ചിലവർക്ക് മുടി ഒട്ടും എന്തുണ്ടാവില്ല, ഉള്ളുണ്ടാവില്ല. ഉള്ളെന്നല്ലേ നമ്മൾ പറയാ അല്ലെ? ലെങ്ത് അല്ല, ആ ഒരു ഉള്ളുണ്ടാവില്ല മുടി, എന്താണ് ഭയങ്കര ഇങ്ങനെ വണ്ണം. ചിലവര് ഭയങ്കര തിക്ക് ഹെയർ, ചില ഇതാണ് തിൻ ഹെയർ ഉണ്ടാവും, തിക്ക് ഹെയർ ഉണ്ടാവും അല്ലെ? തിക്ക് ഹെയർ ഉള്ള നല്ല ഭംഗിയായിരിക്കും, നല്ല കറുത്ത മുടിയൊക്കെ ഉള്ള അതേ പാരമ്പര്യത്തിന്റെ തന്നെ അവരുടെ കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെ ഹെയർ സ്റ്റൈലും നമുക്ക് എന്തായിട്ട് കിട്ടുന്നതാണ്? ഹെയർ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ്. ചിലവർക്ക് ഒട്ടും മുടി ഉണ്ടാവില്ല അല്ലെ? ഇവിടുന്ന് ചിലപ്പോൾ താഴത്തേക്ക് നീളില്ല, അത് അവരുടെ പാരമ്പര്യം ഒരിക്കലും. അമ്മമാരും അപ്പന്മാരും ഇത്രയും തന്നെ ഉണ്ടായിരിക്കുള്ളൂ മുടി. അപ്പൊ അങ്ങനെയും ഉണ്ട്. നിങ്ങളെല്ലാവരും മുടിയൊക്കെ ഉള്ളവരാണോ നല്ലോണം? ഇല്ല മിസ്, ഞാനിപ്പോ ജസ്റ്റ് സ്ട്രൈറ്റനിങ് ചെയ്തേ ഉള്ളൂ. ഒരു 5 months ആയിട്ടേ ഉള്ളൂ. ഭയങ്കര കേർലി ആയിരുന്നു. അപ്പൊ നമ്മുടെ ഉദാഹരണമാണ് ഇവിടെ കിടക്കുന്നത്. പാരന്റ്സിന് ചുരുണ്ട മുടിയാണോ?
മേഘ്ന എന്താ മിസ്സേ? മിസ്സേ അത് കൊടുക്കാറില്ല. ഓക്കെ. ദെൻ ഷേപ്പ് ഓഫ് നോസ്. മൂക്കിന്റെ ഷേപ്സ് വ്യത്യാസം ചിലപ്പോ ഒരേപോലെ തന്നെ കിട്ടും. ചില പാരന്റ്സിന്റെ കുട്ടികളെ കാണാറുണ്ട് അതേപോലെ തന്നെ മൂക്കും കണ്ണൊക്കെ ഒരേപോലെ ഇരിക്കും. ചിലവർക്ക് ഭയങ്കര സിമിലാരിറ്റി ആയിരിക്കും, ചിലവർക്ക് ഒരു മാച്ചും ഉണ്ടാവില്ല. ഇപ്പൊ ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. ഞങ്ങൾ മൂന്ന് ടൈപ്പാണ്. ഞങ്ങൾ 3 പേരും വീട്ടിലിരുന്ന് നോക്കുമ്പോൾ കണ്ടാവും. കളിയാക്കി പറയുന്നല്ല കേട്ടോ, ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുണ്ട്. ചിലവര് പക്ഷെ എന്താണ് ഒരേപോലെ അച്ഛനും അമ്മയും 2 കുട്ടികളും ഒരേപോലെ തോന്നും അല്ല, ഭയങ്കര സിമിലാരിറ്റീസ് ആയിരിക്കും. അതൊക്കെ എന്താണ് ജനറ്റിക് ഫാക്ടറായിട്ട് കിട്ടുന്നതാണ്. ഈ സിമിലാരിറ്റി ഇല്ല എന്ന് പറയുന്നത് ജനറ്റിക് ഇല്ലാണ്ടല്ല കേട്ടോ. ചിലപ്പോ എന്താണ് നമ്മൾ ആ ഫാമിലിയിൽ തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു കാറ്റഗറി ടൈപ്പിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കുള്ളൂ. പക്ഷെ നമ്മള് എന്തെങ്കിലുമൊക്കെ നമ്മൾ എന്താ പറഞ്ഞ എല്ലാവരും ഇൻഡിവിജ്വൽ ഡിഫറെന്റ് ആണെന്നല്ലേ പറഞ്ഞത്. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും വ്യത്യാസം കൊണ്ടായിരിക്കാം ഒരേപോലെ തോന്നാം. ഓക്കെ. നോസ് ആൻഡ് ഇയേഴ്സ് ലൈക്ക് അല്ലെ. പിന്നെ അതുപോലെ തന്നെ ചെവിയും എന്താണ് ചിലവർ ഒരേപോലെ തന്നെ ഇരിക്കും. വലിയ ചെവി ആനച്ചെവി പോലെ ഉണ്ടാവും, ചെറിയ ചെവി ഉണ്ടാവും. ചിലപ്പോ ഭയങ്കരമായിട്ട് ഒതുങ്ങിയിരിക്കുന്ന ചെവി ഉണ്ടായിരിക്കാം, കുഞ്ഞിതായിട്ടിരിക്കും, ഭയങ്കര വലുത്. അതായത് നമ്മൾ പറയും ഭയങ്കര വലിയ ചെവിയുള്ളവർ ഭയങ്കര ബുദ്ധിശാലികളാന്ന് പറയുന്നേക്കാം. അങ്ങനെയൊക്കെ പറയാറില്ലേ പ്രായമുള്ളവര്? കൂർത്ത ചെവിയൊക്കെ ഞാൻ ഭയങ്കര ബുദ്ധിയാണ്. സത്യം ഉണ്ടോന്നാവല്ലേ? ശരിക്കും സത്യം എനിക്ക് പണ്ടത്തെ ആൾക്കാർ പറഞ്ഞതൊന്നും തോന്നിയിട്ടില്ല. പിന്നീട് ഓരോ അനുഭവങ്ങളിലൂടെ അതൊന്നും പറഞ്ഞേക്കാം. ഓക്കെ. അപ്പൊ ഹെറിഡിറ്ററി ജനറ്റിക് ഫാക്ടറിൽ നമ്മളുടെ ഫിസിക്കൽ ഫീച്ചർ എന്താണ്? അപ്പൊ നമ്മുടെ ഗ്രോത്തിനെയോ ഡെവലപ്മെന്റിനെയോ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ലെ. എന്തൊക്കെയാണ്? കളർ ഓഫ് ദ സ്കിൻ, ഐസ് ആൻഡ് ഹെയർ, ഷേപ്പ് ഓഫ് നോസ് ആൻഡ് ഇയേഴ്സ് ലൈക്ക്. നെക്സ്റ്റ് സെക്സ് അല്ലേ. ഇതാണ് നമ്മളുടെ ഹെറിഡിറ്റിനെ ഏറ്റവും കൂടുതൽ എന്താണ് ലൈംഗികതയാണ് നമ്മളുടെ ഹെറിഡിറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് അല്ലേ. ഓക്കെ. ഓരോ ജനിതക ഫാക്ടേഴ്സിൽ എന്താണ് എന്താണ് DNA നിന്നുമാണ് ഓരോരുത്തർ എന്താണ് രൂപപ്പെട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ സെക്സ് എന്താണ് ജനറ്റിക് ഫാക്ടറിൽ ഒഴിച്ചുകൂടാനാവാത്ത എന്താണ് ഒന്ന് തന്നെയാണ്. അടുത്തത് ഹെറിഡിറ്ററി ഇതിലെന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. ഞങ്ങൾക്ക് ഉണ്ടായ പിള്ളേരും പെൺപിള്ളേരാ. അതൊരു പാരമ്പര്യത്തിൽ ഇങ്ങനെ ജനറ്റിക്കൽ പറയുന്നേക്കാം. അതെ അങ്ങനെ വരാറുണ്ട്. അതിപ്പോ ചില ഫാമിലിയിൽ ഇപ്പൊ മിക്കതും പെൺകുട്ടികൾ തന്നെയാണെങ്കിൽ എല്ലാവർക്കും അതേപോലെ തന്നെ ആദ്യത്തെ പെൺകുട്ടി ആയിരിക്കുള്ളൂ. ചിലതിൽ ആൺപിള്ളേരാണെങ്കിൽ അവിടെ കുറെ ആൺപിള്ളേര് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ചിലപ്പോ കുറെ നാൾ കഴിഞ്ഞിട്ട് പെൺകുട്ടി ഉണ്ടാവും. അങ്ങനെയും കാണാറുണ്ട് നമ്മൾ അല്ലെ. ഓക്കെ. ഇനി ഹെറിഡിറ്ററി ഡിസീസസ് എന്തൊക്കെയാണ്? പാരമ്പര്യമായ രോഗങ്ങൾ നമുക്ക് കിട്ടുന്നത്. ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, ക്യാൻസർ. ഹെറിഡിറ്ററി ഡിസീസ് എന്ന് പറയുന്നത് അല്ലെ. 3 ഡിസീസസ് എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടുന്നില്ല ജനറ്റിക് ആയിട്ട്. ക്യാൻസർ ഹെറിഡിറ്ററി ഡിസീസ് ആണോ? ഗ്യാസോ അല്ലടോ? ഗ്യാസ് അല്ല, ക്യാൻസർ. ഗ്യാസ് കേട്ടത്. ക്യാൻസർ ഇപ്പോ അതിനെങ്ങനെയാ നിർവചിക്കാൻ പറ്റില്ല. ഞങ്ങള് മെഡിക്കൽ ഫീൽഡില് ചില പഠനത്തിൽ പറയുന്നുണ്ട് നമ്മളെ പാരമ്പര്യത്തിൽ പെട്ടതാണ് ക്യാൻസർ വരാൻ കാരണം ഉണ്ടെന്ന് പറയുന്നേക്കാം. നമ്മളെ ഒരു ജനറേഷൻ കണ്ടിന്യൂ വെച്ചിട്ട് CAക്ക് സാധ്യത ഉണ്ടെന്ന് പറയുന്നേക്കാം ക്യാൻസർ. ആയിരിക്കാം അല്ലെ. പഠനങ്ങൾ അതിനെ നടത്തിക്കൊണ്ടിരിക്കില്ല, പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ. ഇപ്പൊ എന്താണ് ഞങ്ങള് ഒരു 10 വർഷത്തിന് മുമ്പ് 10 വർഷമാണോ? അതെ, 10 വർഷത്തിന് മുമ്പ് അപ്പൊ ഞാൻ മഹാരാജി പഠിക്കുന്ന സമയത്ത് ഞാൻ മഹാരാജസിലാണ് പഠിച്ചത്. കോളേജ് നിങ്ങൾക്ക് അറിയാമോ? എറണാകുളം മഹാരാജാസ് കോളേജ് കേട്ടിട്ടുണ്ട്. അറിയാം. ഇവരാരെങ്കിലുണ്ടോ ഈ കൂട്ടത്തില്? എറണാകുളത്താണ്. എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഏറ്റവും ടോപ്പ് കോളേജ് ഒന്നായിരുന്നു എറണാകുളത്ത്. ലോ കോളേജ് മഹാരാജാസ് തൊട്ടടുത്ത്. അതെ, അല്ല, ഞാൻ എറണാകുളത്തുനിന്നാ വരുന്നതെന്നാ പറഞ്ഞേ. ഓക്കെ. കൃഷ്ണയുടെ സ്ഥലം നിങ്ങളെ വൈപ്പിൽ. അപ്പൊ അവിടെ ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ഒരു സാറ് പറഞ്ഞത് അടുത്ത 15 വർഷത്തിനുണ്ട് അല്ലെങ്കിൽ
അദ്ദേഹം എപ്പോഴും അങ്ങനെ ടീച്ചേഴ്സിനോട് എപ്പോഴും പറയുന്നത്. അപ്പൊ നമ്മളോട് ടീച്ചേഴ്സും പറയാറുണ്ട്. അപ്പൊ സാറ് പറഞ്ഞു അടുത്തൊരു 15 വർഷം അല്ലെങ്കിൽ 12 വർഷത്തിനുള്ളിൽ മിക്കവർക്കും എന്തായിരിക്കും ക്യാൻസർ രോഗം സ്ഥിരീകരിക്കുമെന്ന് അദ്ദേഹം ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്ത് പറയണേണ്. അദ്ദേഹം അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു. പക്ഷെ അയാൾ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അല്ലെ ഇപ്പൊ മിക്കവർക്കും എന്താണ് കുഞ്ഞുങ്ങളും മുതൽ വലിയ ആൾക്കാർക്കും എന്താണ് ക്യാൻസർ എന്ന രോഗം ഇല്ലാത്തവരാരും തന്നെ ഇല്ല. അല്ലെ RCCയിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ രോഗികളാണ് ക്യാൻസർ ബാധിച്ച് വരുന്നത്. അല്ലെ അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അദ്ദേഹം ആ ഒരു പ്രഡിക്ഷനിൽ പറഞ്ഞതാണ് അടുത്ത 15 വർഷത്തിലുള്ള എല്ലാവരും മിക്കവരെന്താണ് ക്യാൻസർ രോഗികളായി മാറാനുള്ള ചാൻസസ് ആണെന്നാണ് പറയുന്നത്. പറഞ്ഞത് ശരിയാണ്. ഒരുപാട് പേര് നമുക്കിപ്പോ അങ്ങനെ ഒരുപാട് പേര് അനുഭവങ്ങൾ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത് ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു ഡിസീസസ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ട് വേണം. ചിലവർ ഒക്കെ പറയുന്നുണ്ട് കേട്ടോ അത് ജനറ്റിക് ആയിട്ടുള്ള ഡിസീസസ് ആണെന്ന് ചില ഡോക്ടേഴ്സ് അങ്ങനെ പറയുന്നുണ്ട്. ചിലവരത് സമ്മതിക്കുന്നില്ല. ഹലോ മാം, എനിക്ക് ഒരു അസുഖമുണ്ട്. അത് ബീറ്റ തലാസ്മിയ എന്ന് പറയും. അത് HBയുടെ കൗണ്ട് എനിക്ക് മാക്സിമം HBയുടെ കൗണ്ട് പോകുമ്പോൾ 6 ആണ്. 6 പോയിന്റ് വരുള്ളൂ. അത് ജനറ്റിക് ഡിസീസാണ്. എന്റെ ബീറ്റ തലാസ്മിയ അതിന്റെ കുറെ വേരിയേഷൻസ് ഉണ്ട്. അപ്പൊ ഞാനിവിടെ ക്യാൻസർ സെന്ററിലാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തത്. ഹെമറ്റോളജിസ്റ്റിനൊക്കെ കാണിച്ചിട്ട് എന്നുവെച്ചാൽ എങ്ങനെ പോയാലും നമുക്ക് HBയുടെ കൗണ്ട് നമ്മൾ നോക്കുമ്പോൾ 6 ഉണ്ടാവുള്ളൂ. 5, 6 അതിലെ ലെവലിൽ കൂടുകയില്ല. അതിപ്പം എന്റെ അച്ഛന്റെ അനിയനുണ്ട്, അച്ഛന്റെ പെങ്ങളെ മോക്കുണ്ട്, എനിക്കുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ ഓരോരുത്തർക്കുണ്ട്. ഹെറിഡിറ്ററി ഡിസീസസ് ആണതല്ലേ, പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നതാണ്. അതെ. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടോ? ട്രീറ്റ്മെന്റ് എന്റെ പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എല്ലാ മാസവും പോയിട്ട് ഓരോരോ കുപ്പി ബ്ലഡ് വീതം കയറ്റിക്കൊണ്ടിരുന്നു. പിന്നെ ഡെലിവറി ആവുന്നതിന്റെ അടുപ്പിച്ച് ഡെലിവറിക്ക് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് എപ്പോഴും അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം HBയുടെ കൗണ്ട് ഓട്ടോമാറ്റിക് കുറയുമ്പോൾ പീരീഡ്സ് ഒക്കെ ആവുമ്പോൾ വല്ലാണ്ട് ക്ഷീണം വരും. HBയുടെ കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും ഉറക്കം തൂങ്ങിയ പോലെ തലയ്ക്ക് തല്ലിയിട്ടിയ പോലെ. എങ്ങനെ ഇപ്പൊ പ്രസന്റില് തനിക്കിപ്പോ എങ്ങനെയാണ്? ഇപ്പോഴും അങ്ങനെ തന്നെയാ. ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്കിൽ ആ HBയുടെ കൗണ്ട് കൂടില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ. പിന്നെ ഫോളിക് ആസിഡ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കും. പിന്നെ അതിനുള്ള മരുന്നൊക്കെ കുടിച്ചാലും അങ്ങനെ ഇൻക്രീസ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് അതിനെ കൊണ്ട് വലിയൊരു ദോഷം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സൈഡിലോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, മരുന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ നമ്മള് ഹെറിഡിറ്ററി ഡിസീസസിൽ ഇപ്പോൾ നിങ്ങൾ ക്യാൻസർ പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ ലിസ്റ്റിലുള്ളതാണെങ്കിൽ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ട് അല്ലെ, ആസ്മ അല്ലെങ്കിൽ ശ്വാസമുട്ട് പോലുള്ളതൊക്കെ നമുക്ക് എന്താണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ്? ചിലതരം അലർജികളില്ലേ, അലർജീസ് ഒക്കെ വരത്തില്ലേ? അലർജി ശരിയാണ്. ചിലവർക്ക് ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുന്നത് ഇപ്പൊ നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും അതുപോലെ ഉണ്ടായിരുന്നു, ചൊറിച്ചില്ല എന്നുള്ളതൊക്കെ. പിന്നെ ചിലവർക്ക് ഡ്രൈ സ്കിൻ ഒക്കെ ആണെങ്കിൽ എപ്പോഴും മൊരി പോലത്തെ സ്കിൻ ഒക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾക്ക് ആരെങ്കിലൊക്കെ ഉണ്ടായിരിക്കാം. ഈ സ്കിൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെ ചെറിയ ഇൻഫെക്ഷൻസ് പോലുള്ള അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ വരാം. അതൊക്കെ പാരമ്പര്യമായിട്ടുള്ള രോഗങ്ങളാണ്. പിന്നെ എന്തൊക്കെയാണ്? ഈ പ്രഷറും ഷുഗറും ഒക്കെ പാരമ്പര്യ രോഗത്തിൽ ഉൾപ്പെടുന്നതാണോ? ഷുഗർ അതെ മാം. ഷുഗർ ഉണ്ടാവും മാം. തൈറോയിഡ്. പിന്നെ പ്രഷർ ഡിപ്പെൻഡഡ് ആണോ അതിലെ? പ്രഷർ മറ്റേ ടൈപ്പ് 1 പ്രഷറുകൾ അതിനകത്ത് വരുള്ളൂ. ടൈപ്പ് 1 പ്രഷറുകള്. ഓക്കെ, പിന്നെ എന്തൊക്കെ അസുഖങ്ങളാണ് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്നത്? ഫിക്സ് വരുമോ? ഫിക്സ്, അപസ്മാരം അല്ലേ? അപസ്മാരം ഉണ്ട്, ചാൻസസ് ഉണ്ട് കേട്ടോ. ഉണ്ട്, അത് പാരമ്പര്യമായിട്ടുള്ള അസുഖമാണ്. പിന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരും. ഹൃദയ സംബന്ധമായിട്ടുള്ള കാഴ്ചക്കുറവ് വരില്ലേ മിസ്? കാഴ്ചയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? കാഴ്ചക്കുറവ്, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് വരാം. സംസാരശേഷിയിലും വരാറുണ്ടോ? പാരമ്പര്യമായിട്ട് കിട്ടാറുള്ളതാണോ? അതിനങ്ങനെ ചാൻസ് ഇല്ലല്ലോ. പാരമ്പര്യമായിട്ടുള്ളവരും അല്ലാതുള്ളവരും ഉണ്ടായിരിക്കും മിസ്സേ. എന്താണ്? അല്ല, പാരമ്പര്യമായിട്ടാണ് പക്ഷെ
ചില വീടുകൾ അങ്ങനെ വീട്ടിൽ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ അവരുടെ തലമുറ വരുന്ന ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ ഒരു അസുഖം കാണും. അപ്പൊ കേൾവിക്കുറവോ പാരമ്പര്യമായി. കേട്ടോ. ഓക്കെ. അപ്പൊ ഹെറിഡിറ്ററി ഡിസീസസിൽ എന്താണ് സംസാര വൈകല്യങ്ങൾ ഉള്ളവരും ഉൾപ്പെടാം കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് കാൽസ്യത്തിന്റെ അളവ് കുറവ്. എന്താണ് അറിയാ? കാൽസ്യത്തിന്റെ അളവ് കുറവ്. കാൽസ്യത്തിന്റെ അളവ് കുറവ്. ഓക്കെ. എങ്കിലും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അസുഖങ്ങളുടെ കൂട്ടത്തിൽ വയ്ക്കാൻ പറ്റുന്ന എന്താണ്? ഒന്ന് ഷുഗർ അല്ലെ, ദെൻ ബ്രീത്തിങ് ഡിഫിക്കൽറ്റീസ്, ആസ്മ, ദെൻ അപസ്മാരം. പിന്നെന്താണ് പ്രധാനപ്പെട്ട അസുഖങ്ങള്? ഒബിസിറ്റി വരുമോ? എന്തോ ഒബിസിറ്റി അതൊരു രോഗമായിട്ട് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? നമ്മളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിൽ ഉൾപ്പെടുത്താം. പറഞ്ഞു. പിന്നെ പാരമ്പര്യമായിട്ട് മുടി നരയ്ക്കുന്നത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. മുടി നരയ്ക്കുന്നു അത് നമുക്ക് എവിടെ കൊടുക്കാം? ഫിസിക്കൽ ഫീച്ചേഴ്സിലാണ് പറയേണ്ടത് അല്ലെ? ഡിസീസസിലല്ല, ഫിസിക്കൽ ഫീച്ചറിൽ നമുക്ക് പറയാം. ഹെയർ പറയാലോ അല്ലെ? ഹെയർ ചിലപ്പോ ചില കുട്ടികളുടെ 10ാം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് 2 ആകുമ്പോൾ തന്നെ ആൺകുട്ടികൾ നന്നായിട്ട് നരയ്ക്കും. കണ്ടിട്ടില്ലേ? ഫുള്ള് നരച്ചിട്ടുണ്ടാവും ചിലപ്പോ. പെൺകുട്ടികൾക്കുണ്ട് ഉള്ളിൽ, ചിലപ്പോ പുറമേ ഉണ്ടാവില്ല ഉള്ളിൽ, പക്ഷെ കംപ്ലീറ്റ് നരച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പൊ ഹെറിഡിറ്ററി ഫാക്ടേഴ്സിൽ എന്തൊക്കെ ഉൾപ്പെടുന്നത്? എ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, കളർ ഓഫ് ദി സ്കിൻ, ഐസ് ആൻഡ് ഹെയർ, ഷേപ്പ്, നോസ് ആൻഡ് ഇയേഴ്സ്, ദ ലൈക്ക്. 10 സെക്സ് ആൻഡ് ഹെറിഡിറ്ററി ഡിസീസസ്. ഈ 3 ഘടകങ്ങളാണ് എന്താ? നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മളുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും അഫക്ട് ചെയ്യുന്ന പ്രധാന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ആ 3 എണ്ണം ക്ലിയർ ആണോ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നോക്കാം. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എൻഡോസൾഫാൻ പോലത്തെ അസുഖങ്ങളാ? എൻഡോസൾഫാൻ പ്രകൃതിയിൽ നിന്ന് അത് ഹെറിഡിറ്ററി ഡിസീസ് അല്ലാടോ. അതല്ല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ പറയുന്നേ. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിൽ ഞാൻ പറഞ്ഞിട്ടില്ല, പറയട്ടെ. അവിടെ പറയാം. പാരിസ്ഥിതിക ഘടകങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഉണ്ടാവുന്ന കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എൻഡോസൾഫാൻ വരില്ല അവിടെ. അതൊക്കെ പ്രീ നാറ്റൽ ആൻഡ് പോസ്റ്റ് നാറ്റലിലൂടെയാണ് നമ്മൾ അത് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. പ്രീ നാറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ നാറ്റൽ ജനിക്കുന്നതിന് മുന്നേ മുമ്പുള്ള കാലഘട്ടം. പോസ്റ്റ് നാറ്റൽ കെയർ എന്താണ്? പോസ്റ്റ് നാറ്റൽ പ്രസവമാണ്. ഇതിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാരായിരിക്കുമല്ലോ മിക്കവരും. അത് ക്ലിയർ ആവണില്ലല്ലോ. പറയുന്നത് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ക്ലിയർ ആണ്. യെസ്. അപ്പൊ എൻവയോൺമെന്റൽ ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പ്രീ നാറ്റലും പോസ്റ്റ് നാറ്റലും ആയിട്ടുള്ള കാലഘട്ടങ്ങളാണ്. അതായത് ഒരു പ്രസവത്തിന് മുമ്പുള്ള സമയത്തുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ്, പ്രസവത്തിന് ശേഷമുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ്. ഓക്കെ. ഇനി ഇവിടെ മോണ്ടിസോറിയും അതേപോലെ തന്നെ മോഡേൺ സൈക്കോളജിസ്റ്റും ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ അവന്റെ വളർച്ചയെ പറ്റി കുറച്ച് കാര്യങ്ങളോട്, അവന്റെ എൻവയോൺമെന്റൽ കണ്ടീഷൻ എങ്ങനെ അവനെ സ്വാധീനിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചൊരു കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് നോക്കുക? മോണ്ടിസോറി ലൈൻ വിത്ത് മോഡേൺ സൈക്കോളജിസ്റ്റ് who acknowledge the influence of both nature and nurture. അതായത് മോണ്ടിസോറിയും അതുപോലെ തന്നെ മോഡേൺ സൈക്കോളജിസ്റ്റുകളും പറയുന്നത് എന്താണ്? ഒരു കുട്ടിയുടെ വളർച്ചയില് അവന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതില് നേച്ചറും നർച്ചറും. അതായത് നേച്ചറും നർച്ചർ എന്ന് പറഞ്ഞാൽ നേച്ചർ എന്താണ്? അതുപോലെ നർച്ചർ എന്താണ്? നർച്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? പരിപോഷിപ്പിക്കപ്പെടുക അല്ലെ? അവനെ പ്രകൃതിയിൽ നിന്ന് എന്താണ്? അവനെ പരിപോഷിപ്പിക്കപ്പെടുന്നത്, അവനെ ഒരു ഉത്തേജനങ്ങൾ നൽകുന്നില്ല. അപ്പൊ ഇവിടെ മോണ്ടിസോറി പറയുന്നത്, she writes about the inherent characteristics and predetermined patterns of behavior, but she also approves of the very strong influence of environmental conditions. അതായത് മോണ്ടിസോറി ഇവിടെ ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സിനെ കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇൻഹെറിറ്റഡ്. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരമായി അല്ലാത്തത്, അല്ലാത്തതായിട്ടുള്ള പാരമ്പര്യമില്ലാത്തതാണോ ഇൻഹെറിറ്റഡ് എന്ന് പറയുമ്പോ? ഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആലോചിച്ച് നോക്കിയേ. മീനിങ് വരുമോ? ഉറവിടം ഉറക്കെ പറയാം. ഉറവിടം എന്നൊക്കെയുള്ള ഒരു മീനിങ് വരുമോ? പതിയെ പറയുന്നത് എനിക്കൊന്നും കേൾക്കുന്നില്ല കേട്ടോ. മിസ് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒന്നാണ്. പാരമ്പര്യമായിട്ടാണോ ഇൻഹെറിറ്റൻസ്? ഇൻഹെറിറ്റഡ് പ്രോപ്പർട്ടി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മള്? അനന്തരാവകാശം. അനന്തരാവകാശികൾ. Yes, inherited characteristics and predetermined patterns of behavior, but also approve of the very strong influence of environmental conditions. അപ്പോൾ പറയുന്നത് മോണ്ടിസോറി പറഞ്ഞെന്താണ്, ഒരു കുട്ടിയിലെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കാം, സവിശേഷതകൾ നമുക്ക്, അതായത് നമ്മളുടെ പാരമ്പര്യമായി കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നിരുന്നാൽ കൂടിയും ഒരു കുട്ടിയെ അവന്റെ ബിഹേവിയറിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്തായിരിക്കും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. അവനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവന്റെ എൻവയോൺമെന്റൽ കണ്ടീഷൻ ആയിരിക്കും എന്നാണ് മോണ്ടിസോറി പറയുന്നത്. But she also approved of very strong influence of environmental conditions. അതായത് ഒരു ഇൻഹെറിറ്റഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും ഒരു കുട്ടിയുടെ അവന്റെ ബിഹേവിയറിന്റെ പാറ്റേൺസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലെ. നമുക്ക് കിട്ടുന്ന ഒരു ഹെറിഡിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിന് നമ്മളെ സഹായിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ എന്താണ്, അതേപോലെ തന്നെ മറ്റ് ഒരു ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്താണ്, പാരിസ്ഥിതികമായിട്ടുള്ള കണ്ടീഷൻസ്. പാരിസ്ഥിതിക ഘടകങ്ങളും അല്ലെങ്കിൽ പാരിസ്ഥിതിക ഘട്ടങ്ങളും ഒക്കെ നമ്മളുടെ ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് മോണ്ടിസോറി ഇവിടെ പറയുന്നത്. അതൊന്ന് പഠിക്കാനൊന്നുമുള്ള നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അതൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്. ഇപ്പൊ പ്രീനാറ്റൽ കെയറിലും പോസ്റ്റ്നാറ്റൽ കെയറിലും ഒരുപാട് പോയിന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഈ പ്രീനാറ്റൽ കെയർ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പ്രീനാറ്റൽ കെയറില് മെറ്റേണൽ ഹെൽത്ത്. എന്താണ് മെറ്റേണൽ ഹെൽത്ത് എന്ന് പറയുന്നത്? അമ്മയുടെ ആരോഗ്യം. അമ്മയുടെ ആരോഗ്യമാണ് കുട്ടിയുടെ വളർച്ചയെ ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അല്ലെ. അമ്മ ഹെൽത്തി ആണെങ്കിൽ മാത്രമേ നല്ലൊരു കുഞ്ഞിനെ നമ്മൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ മെറ്റേണൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മാതൃആരോഗ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് ഏത് ഫാക്ടറിലാണ് ഉൾപ്പെടുന്നത്? എൻവയോൺമെന്റൽ ഫാക്ടറിലെ പ്രീനാറ്റലിലാണ് മെറ്റേണൽ ഹെൽത്ത് ഉൾപ്പെടുന്നത് കേട്ടോ. ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻസ് അവിടെ അങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പൊ പ്രീനാറ്റലും പോസ്റ്റ്നാറ്റലും ഏതിൽ വരുന്നതാണ്? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിലാണ് വരുന്നത്. ചിലപ്പോൾ തെറ്റിച്ച് ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒക്കെ കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. പാരമ്പര്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടില്ല വരുന്നത് പാരമ്പര്യ ഫാക്ടേഴ്സ്. അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും. അപ്പൊ അങ്ങനെ വരരുത്, അത് ആദ്യമേ തന്നെ മനസ്സിലാക്കി പോണം കേട്ടോ. അപ്പൊ പ്രീനാറ്റൽ കെയർ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നാണ് പറഞ്ഞത്? മെറ്റേണൽ ഹെൽത്ത് ആണ് അല്ലെ. മാതൃആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അടുത്തത് മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ്. മദേഴ്സ് ഫിസിക്കൽ ആൻഡ് മെന്റൽ സ്റ്റേറ്റ് എന്താണ്? മാനസികമായ അവസ്ഥ അല്ലെ, അമ്മയുടെ അവസ്ഥ അല്ലെ. അതൊരു കുട്ടിയുടെ ഫിസിക്കൽ ഒരു കുട്ടിയുടെ വളർച്ച സഹായിക്കുന്നുണ്ടോ? ഒരുപാട് സഹായിക്കുന്നില്ല. അമ്മയുടെ മാതൃകാര്യം, അതായത് അമ്മയുടെ ശാരീരികവും മാനസികവുമായുള്ള ഒരു അവസ്ഥ ഒരു കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്നു. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? എന്താണ്? മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ്. മദേഴ്സ് റെഡിനെസ് ടു ഹാവ് ദ ചൈൽഡ് എന്താണ്? കുഞ്ഞു വരാൻ പോകുന്ന സമയത്തുള്ള അമ്മയുടെ ഒരുക്കം. കുട്ടിയെ ജനിപ്പിക്കാനുള്ള അമ്മയുടെ ആ ഒരു സന്നദ്ധത, ഇത് റെഡിനെസ് എന്ന് പറഞ്ഞാൽ ആ തയ്യാറാവാനുള്ള ഒരു ആ ഒരു മാനസികമായുള്ള ഒരു എന്താണ്
ജനക എന്ന് പറഞ്ഞാൽ ഒരു തയ്യാറെടുപ്പ് അല്ലെ? ആള് എന്താണ് തയ്യാറാകുക എന്ന് പറയുന്നത് അല്ലെ? അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ? എന്ന് വെച്ചാൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് അല്ലെ? ഓക്കെ, അതായത് ഒരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിൽ, അതായത് അമ്മയാകാനുള്ള ഒരു പ്രോസസ്സിലേക്ക് എത്തിച്ചെല്ലുന്നത്. അത് അങ്ങനെയാകാന്നുള്ളത് എന്താണ് ഓരോ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അല്ലെ? അപ്പൊ എന്താണ്, കുട്ടിയെ ജനിപ്പിക്കാനുള്ള അമ്മയുടെ ആ ഒരു സന്നദ്ധത എന്താണ്, പ്രീനാറ്റൽ കെയർ ഉൾപ്പെടുന്നത് മെയിൻ ഫാക്ടർ തന്നെയാണ്. അടുത്തത് ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്താണ്? പോഷകാഹാരങ്ങൾ. ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് പോഷകാഹാരം കുട്ടിയുടെ അമ്മയുടെയും ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് അല്ലെ? പോഷകാഹാരങ്ങള്, ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സുകള്, പ്രോട്ടീൻസ്, മിനറൽസുകളൊക്കെ എന്താണ് അമ്മയുടെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ഓക്കെ, അതൊന്ന് നമുക്ക് ആ ഒരു കെയർ, ആ ഒരു ടൈമില്, അത് ഈ ന്യൂട്രീഷ്യൻസ് രണ്ടിലും വരും അല്ലെ? പ്രീനാറ്റലിലും വരുന്നുണ്ട്, പോസ്റ്റ് നാറ്റലിലും എന്താണ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഫുഡ്സ് നമുക്ക് ആവശ്യമായി വരുന്നുണ്ട്. ഓക്കെ, ഡ്രഗ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക്. അതെന്താണ് ഡ്രഗ് ഓർ ആൽക്കഹോൾ ഇൻടേക്ക് എന്ന് പറഞ്ഞാല്? മയക്കുമരുന്നുകളോ മറ്റ് ആൽക്കഹോൾസ് അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ എന്താണ് നമ്മള് കഴിക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ, അത് ആരുടെ ഡെവലപ്മെന്റിനെയും ഗ്രോത്തിനെയാണ് അത് ബാധിക്കുന്നത്? കുഞ്ഞിന്റെയും ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് ഇത്തരത്തിലുള്ള വിഷപദാർത്ഥങ്ങൾ, ആൽക്കഹോൾസ്, ഡ്രഗ്. അതെന്തിലേക്കാണ് നയിക്കുന്നത്? അബോർഷന്, അങ്ങനെയുള്ള മറ്റു ബുദ്ധിമുട്ടുകളിലേക്ക്. കുഞ്ഞ് മരിച്ചു, ചിലപ്പോ അമ്മ രക്ഷപ്പെടുമായിരിക്കാം, കുഞ്ഞ് മരിച്ചു പോകാം അല്ലെ? ചിലപ്പോ അമ്മയ്ക്ക് അബദ്ധം സംഭവിക്കാം, കുഞ്ഞ് രക്ഷപ്പെടാം. പല കേസസിലും നമ്മൾ അങ്ങനെ കാണാറുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും ദീർഘകാലമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച് തന്നെ ചിലപ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും വൈകല്യത്തിലൂടെ ആയിരിക്കാം കുഞ്ഞ് പുറത്തോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എന്റെ ഡ്രഗും ആൽക്കഹോളും ഒരു കാരണവശാലും ആ ഒരു പീരീഡില് നമ്മൾ ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. ആ ഒരു പീരീഡ് എന്നല്ല, അതൊന്നും ഉപയോഗിക്കാനേ പാടില്ല. ഓക്കെ, ഇനി എനി ആക്സിഡൻസ്, അപകടങ്ങളല്ലേ? ഇപ്പൊ ആക്സിഡൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പോ ചില പ്രഗ്നൻസി ടൈമില് എന്താണ് നമ്മൾ ചിലപ്പോ ബാത്റൂമിലോ അങ്ങനെയൊക്കെ ചിലപ്പോൾ തട്ടി സ്ലിപ്പായിട്ടൊക്കെ വീഴാറുണ്ട് അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഹെവി ട്രാഫിക്കിൽ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയിലിരുന്നോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്കറിയാം എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആക്സിഡന്റ് വന്നാൽ എന്താണ് അത് ചിലപ്പോൾ അധികം കുഞ്ഞിനെ ഒരേപോലെ വന്നതാവുന്നതായിരിക്കുമല്ലോ അല്ലെ? അത് ആ കുട്ടിയുടെ വളർച്ചയെ സഹായിക്കുന്ന അല്ലെങ്കിൽ എഫക്ട് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായിട്ടാണ് ചിലപ്പോൾ കുഞ്ഞിന് അത് ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. അതുപോലെ അമ്മയ്ക്ക് ചിലപ്പോൾ ആ ഒരു കേസസിൽ എന്താണ് അബോർഷൻസ് സംഭവിക്കാറുണ്ട്. ഡ്രഗും ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല, ഈ ആക്സിഡന്റ് സംഭവിക്കുന്ന സമയത്ത് എന്താണ് ചിലപ്പോൾ നടന്നു പോവുകയായിരിക്കും, ജസ്റ്റ് സ്ലിപ്പായി പോയതായിരിക്കും, അപ്പൊ തന്നെ എന്താണ് അബോർഷൻ ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, നാച്ചുറൽ കെയർ ഓക്കെ ആണോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? പക്ഷെ നോക്കിയിട്ട് വരണം കേട്ടോ. പോസ്റ്റ് നാച്ചുറൽ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ മാം. താങ്ക് യു. വായിക്കാം എല്ലാവരും.